പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. പൂരക്കലക്കൽ വിവാദമായിട്ട് ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും CPI ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് കമ്മിറ്റി നിയോഗിക്കുകയും അന്വേഷണം നടത്തുമെന്ന് പറയുകയും ചെയ്തെങ്കിലും നമ്മൾ പ്രസ്താവന വരെ ഒന്ന് തരാതെ നമ്മൾ പ്രശ്നം പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊരു നടപടിയായിട്ടില്ല. അതെന്തായി അതിന്റെ തീരുമാനങ്ങൾ? ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പ്രശ്നവും ബാക്കിയില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതാണ്. പൂരങ്കലക്കലിൽ പ്രധാനമായും RSSന്റെയും BJPയുടെ ഒരു ഇടപെടലാണ് അത് ഉയർന്നു വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് അന്വേഷണം പക്ഷേ ഒരുപാട് ആളുകളുടെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു. പക്ഷെ ഒരു അന്തിമ റിപ്പോർട്ട് എന്നുള്ള രീതിക്ക് അത് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൽ ആരാണ് ശരിക്കും ഒരു ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ റിപ്പോർട്ട് കൃത്യമായിട്ട് നോക്കണം. എനിക്കിപ്പോ പറയാൻ കഴിയില്ല അതിനെപ്പറ്റി. സ്വീകരിച്ചത് ആത്മഹത്യാപരമാണ്. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. മുൻകാലങ്ങളിൽ പലപ്പോഴും CPM പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് UDF-നോട് പിന്തുണയ്ക്കുമ്പോൾ മാത്രം ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയായി മാറുന്നത്. അതിനും ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ചോദ്യത്തിന് മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് നടന്നതെന്നുള്ളത്. ഇനി ഏത് 96-ല് ജമാഅത്തെ ഇസ്ലാമി അമീർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലൊക്കെ സ്വാഗതം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ 2 ശ്രദ്ധേയമായ തീരുമാനങ്ങളെന്നായിരുന്നു അന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത്. CBCയുടെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയെ വളരെ വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നല്ലോണം കൊള്ളുന്നുണ്ടല്ലേ? അപ്പോൾ ഞാൻ പറയാം. എന്നാൽ അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തെ കഴിഞ്ഞ 30 വർഷങ്ങളോളം പിന്തുണച്ചവരല്ലേ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള UDF നേതാക്കളും ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെയും പറയുന്നത്. ഇത് വസ്തുതയുമായി ഒരു ബന്ധവുമുള്ളതല്ല. 1985-ലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചവരായിരുന്നില്ല. അതറിയില്ല അല്ലേ? അപ്പം അങ്ങനെ കന്നി വോട്ട് ആരംഭിക്കുന്നത് 1985-ലാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അങ്ങനെ തുടങ്ങി. 1987-ലെ തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നത്. 1987-ൽ ആർക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തങ്ങളുടെ കന്നി വോട്ട് ചെയ്തത്? അതുകൂടി ഒന്ന് പരിശോധിക്കാമായിരുന്നു നിങ്ങൾക്ക്. അത് ഇടതുപക്ഷത്തിനായിരുന്നില്ല. 1992-ൽ ഇറക്കിയ പ്രബോധനത്തെക്കുറിച്ച് അറിയാലോ. ജമാഅത്തെ ഇസ്ലാമി 50-ാം വാർഷിക പതിപ്പിലെ പേജ് 130-ൽ ജമാഅത്തെ ഇസ്ലാമി 70-80-കളിൽ എന്നൊരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ 1987-ലെ തെരഞ്ഞെടുപ്പ് നയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഉദ്ധരിക്കുകയാണ് ഞാൻ. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന ജമാഅത്തിന്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്ത്
വോട്ട് നൽകുകയുണ്ടായില്ല. ഇത് പ്രബോധനത്തിൽ അവർ തന്നെ എഴുതി വെച്ച കാര്യമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനായിരുന്നില്ല അവരുടെ വോട്ട് എന്ന് അവർ തന്നെ പറഞ്ഞത് അംഗീകരിക്കാൻ ഇപ്പോൾ പ്രയാസം കാണൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.